പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരുപുരം ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ചേച്ചിയും ചേട്ടനും ഒക്കെ പറഞ്ഞറിയാം, വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണെന്ന് അറിയാം. പക്ഷേ ഇന്നാണ് ആദ്യമായിട്ട് ഇതിവിടെ വരാൻ കഴിഞ്ഞത്. പോവാറുണ്ട്, ഇതുവഴി പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ക്ഷേത്രത്തിനെ പറ്റിയും. 7 കരക്കാരുടേതാണെന്നും വളരെ പ്രസിദ്ധമായ ക്ഷേത്രം, അമ്മയുടെ ശക്തിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയതിന് ക്ഷേത്രം ഭരണസമിതിയോടുള്ള എൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. 33 വർഷമായി സിനിമയിൽ വന്നിട്ട്, എങ്കിലും ഇന്നും ഇത്രയും വലിയൊരു സദസ്സിനെ കാണുമ്പോൾ എനിക്കൊരു വിറയലാണ്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത്രയും കരക്കാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു സന്തോഷം, അവരുടെ അമ്മയോടുള്ള ഒരു ഭക്തി എല്ലാം ഇന്ന് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ജനക്കൂട്ടമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സാധാരണ ഉത്സവം 10 ദിവസം ഉള്ളപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് ആൾ കുറവായിരിക്കും. ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും സാധാരണ ഇത്രയും ഒരു പ്രൗഢ ഗംഭീരമായ സദസ്സ് വരുന്നത്. ഇത് ഉദ്ഘാടനത്തിന് തന്നെ ഇത്രയും പേര് വന്നത് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തതിനെക്കാട്ടി കൂടുതലും സീരിയലുകളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം അത് ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് ഉള്ള ഒരു പുഞ്ചിരിയുണ്ട്. അതൊക്കെ തന്നെ വലിയ സന്തോഷമാണ്. ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരവും ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഒരു പ്രചോദനം. ഓരോ സ്ഥലത്ത് വരുമ്പോഴും നിങ്ങളുടെ സ്നേഹം കാണുമ്പോഴാണ്. കാരണം ഓരോ വർക്ക് കഴിയുമ്പോഴും ഞാൻ ഓർക്കും, സീരിയലൊക്കെ ആകുമ്പോൾ കുറച്ച് വർക്ക് കൂടുതലാണ്. ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാം 1000 എപ്പിസോഡൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ കാലം ഷൂട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ കുറച്ച് സമയം കുറവാണ്. അപ്പോൾ ഓരോ വർക്ക് കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് പതുക്കെ ഒന്നും നിർത്താം, ഇനി കുറച്ച് കുടുംബകാര്യങ്ങളൊക്കെ കൂടെ കുറച്ചും കൂടെ നന്നായിട്ട് നോക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതുപോലെ ഓരോ ചടങ്ങുകളിൽ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാം മുന്നിൽ വളരെ നല്ല കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ എല്ലാവരും മുന്നിൽ ഇനിയും വരണം എന്നൊരാഗ്രഹം വരും. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിനെ കുറിച്ച് ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് മതപാഠശാലയുടെ കാര്യവും അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരുപാട് കലാകാരന്മാരെ കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. കഥകളി, പാട്ട്, ഡാൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം. ആ ഒരു പ്രോത്സാഹനം കരക്കാരുടെ പ്രോത്സാഹനമാണത്. ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ വീടുകളിൽ നിന്നും അവരുടെ ചുറ്റുവട്ടത്തു നിന്നും കിട്ടുന്ന ഒരു പ്രോത്സാഹനം അത് അവർക്ക് വലിയൊരു ഊർജ്ജം കൊടുക്കും, ഭയങ്കര കോൺഫിഡൻസ് കൊടുക്കും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്, എല്ലാ ആശംസകളും. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും ഈ സംഗീതോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഒപ്പം ഇനിയും വളരെ നല്ല കലാകാരന്മാർ, നമ്മുടെ നാട്ടിലെ തന്നെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു വലിയ വേദിയാവട്ടെ ഈ മുറ്റമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.